ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനിൽ അദ്വമാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി ഗുർറിൽ മയാമീൻ وعلى أزواجه الطاهرات الطيبات أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, എന്തുകൊണ്ട് ഖുർആൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വിശുദ്ധ ഖുർആൻ്റെ മാസമാണ് റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, പ്രമുഖമായ വേദങ്ങളുടെ എല്ലാം അവതീർണ മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ സകല വേദങ്ങളുടെയും സാരാംശം അത് വിശുദ്ധ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമായപ്പോൾ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തിയാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. വേദങ്ങളുടെയൊക്കെ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏടുകൾ, അതാണ് അദ്ദേഹത്തിൻ്റെ വേദം. സുഹുഫു ഇബ്രാഹിം, വിശുദ്ധ ഖുർആനിൽ സുഹുഫു ഇബ്രാഹിം വ മൂസ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ അംലം യുനബ്ബ ബിമാ ഫി സുഹുഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ, അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സുഹുഫിനെ കുറിച്ചാണ്, ഏടുകളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഏടുകൾ അവതീർണമായതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻസിലത് സുഹുഫു ഇബ്രാഹിം അവ്വല ലൈലത്തിൻ മിൻ ഷഹ്രി റമദാൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിൻ്റെ ആദ്യ രാവിലാണ് എന്നാണ് ഇമാം അബൂ ദാവൂദ് അത്തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്ത ഹദീസാണ്. വാസില ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്, ഉൻസിലത് സുഹുഫു ഇബ്രാഹിം അവ്വല ലൈലത്തിൻ മിൻ ഷഹ്രി റമദാൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ഏടുകൾ അത് അവതരിപ്പിച്ചത് റമദാൻ 1-നാണ്. പിന്നെ തൗറാത്തിൻ്റെ അവതീർണത, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് കനിഞ്ഞത്, അതിനെക്കുറിച്ചുള്ള ഹദീസിലെ പ്രയോഗം വ ഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ മദൈന മിൻ റമദാൻ. തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാനിൽ നിന്ന് 6 ദിനങ്ങൾ പിന്നിട്ടപ്പോഴാണ്. 7-ാം രാവിൽ 6-ന് തൗറാത്ത് അവതീർണമായി എന്നുള്ളതാണ്. വിശുദ്ധ വേദം തൗറാത്ത് അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവതീർണമായതും റമദാനിൽ അതിൻ്റെ 7-ാം രാവിൽ 6-ന്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇഞ്ചീലിനെ കുറിച്ചാണ്. വിശുദ്ധ ബൈബിൾ തൗറാത്ത് ഇഞ്ചീൽ അവതീർണമായതിനെക്കുറിച്ചുള്ള പ്രയോഗം വ ഉൻസിലൽ ഇഞ്ചീലു ലി സലാസ അശർ മദൈന മിൻ റമദാൻ എന്നാണ്. ഇഞ്ചീൽ അവതീർണമായി അത് റമദാൻ 13-ന് 13 ലിസലാസിൻ മദൈന മിൻ റമദാനാണ്. റമദാൻ 13-ന് അവതീർണമായി എന്നാണ്. പിന്നെ പറഞ്ഞത് സബൂറിനെ കുറിച്ചാണ്. സബൂർ സങ്കീർത്തനങ്ങൾ. സബൂർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവതീർണമായ വേദമാണ്. അതിൻ്റെ അവതീർണതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ ഉൻസില സബൂറു ലി 18
ഖലത്ത് മിൻ റമദാൻ എന്നാണ്. സബൂർ ഇറങ്ങിയത് റമദാനിൽ നിന്ന് 18 നാളുകൾ പിന്നിട്ടപ്പോൾ 19 രാവിന് 18 സബൂർ അവതീർണമായി. സബൂർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ വേദം, വിശുദ്ധ സങ്കീർത്തനങ്ങൾ, അതാണ്. പിന്നെയാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൂർവയിൽ ആദ്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുഹുഫ്, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതീർണമായ തൗറാത്ത്, പിന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതീർണമായ ഇഞ്ചീൽ, പിന്നെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതീർണമായ സബൂർ. ഇവിടെ അവതീർണമായ കാലക്രമത്തിലല്ല പറയുന്നത്, പിന്നെ അത് അവതരിച്ച ആ തീയതിയെ അറിയിക്കുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് വഉൻസിലൽ ഖുർആനു ലിഅർബഇൻ ഖലത്ത് മിൻ റമദാൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് റമദാൻ മാസത്തിൻ്റെ 25 രാവിൽ ലിഅർബഇൻ ഖലത്ത് എന്നാണ്. 24 ദിവസം പിന്നിട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ 25 രാവിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത, അതിൻ്റെ സമാരംഭം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാൻ്റെ 24-ൽ 25 രാവിന് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വാസില റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തതാണ് നമ്മൾ ശ്രവിച്ചത്. റമദാൻ മാത്രമല്ല, പിന്നെയോ പ്രസിദ്ധങ്ങളായ വേദങ്ങളൊക്കെയും നമ്മളത് കേൾക്കുകയുണ്ടായി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ എന്നുള്ള പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ച് ഫീ ലൈലത്തിൻ മുബാറകത്തിൻ അനുഗ്രഹം ചൊരിയപ്പെട്ട ഒരു രാവിൽ. അത് ഈ റമദാൻ്റെ 25 രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിൽ നാം വിശുദ്ധ ഖുർആൻ ഇറക്കി എന്ന് പറയില്ലേ, ആ ഖദറിൻ്റെ രാവാണ് ഈ പറയപ്പെട്ട 25-ാം രാവ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ പറഞ്ഞത് ഇമാം തബരി തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉൻസിലൽ ഖുർആനു ജുംലതൻ മിനൽ ദിക്ർ ل24 من شهر رمضان فجعل في بيت العزة എന്ന്. എന്താ ഉൻസിലൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടു ജുംലതൻ ഒന്നിച്ച് എന്ന് ل24 മിൻ ഷഹ്രി റമദാൻ, റമദാൻ മാസത്തിൻ്റെ 24-ന് 25 രാവിനെ. ഫജുഇല എന്നിട്ട് ഒന്നിച്ചിറങ്ങിയ വിശുദ്ധ ഖുർആനെ നിശ്ചയിക്കപ്പെട്ടു ഫി ബൈത്തുൽ ഇസ്സ, ബൈത്തുൽ ഇസ്സയിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മറ്റു ചില നിവേദനങ്ങളിലത് അസ്സമാഉൽ ഉല്യയിൽ നിന്ന്, മീതെ ആകാശത്തിൽ നിന്ന് ഒന്നിച്ച് വിശുദ്ധ ഖുർആനെ റമദാൻ 25 രാവിന് 24-ന് ഇറക്കി. എന്നിട്ട് അത് ബൈത്തുൽ ഇസ്സയിൽ, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസമാ ഉദ്ദുന്യ, നമ്മുടെ അടുത്ത ആകാശമാണ്. അപ്പം മീതെ ആകാശത്തിൽ നിന്ന് ഒന്നിച്ചിറക്കി. എന്നിട്ട് അടുത്ത ആകാശത്തിൽ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്നൊരു സ്ഥാനമുണ്ട്, ബൈത്തുൽ ഇസ്സ. അവിടെ വിശുദ്ധ ഖുർആൻ ഇറക്കി നിശ്ചയിക്കപ്പെട്ടു. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷങ്ങളിൽ രണ്ടശയായി വിശുദ്ധ ഖുർആനെ നൽകുന്ന, അവതരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പ്രയോഗം സുമ്മ ഫുർരിഖ ഫിസ്സിനീൻ എന്നാണ്. ഒന്നിച്ചിറങ്ങിയ വിശുദ്ധ ഖുർആൻ ബൈത്തുൽ ഇസ്സയിൽ നിശ്ചയിക്കപ്പെട്ടു. പിന്നെ വർഷങ്ങൾ 23, അതിൽ ഫുർരിഖ എന്ന് പറഞ്ഞാൽ ഖണ്ഡശിയായിട്ട് പിന്നീട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്ന ആയത്ത് സൂറത്തുൽ വാഖിയയിൽ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ
ഈ ഒരു വിഷയം പണ്ഡിതന്മാർ പ്രാമാണികർ വിശദീകരിച്ചത് കാണാം. മവാഖിഉൻ നുജൂം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യണം. എന്താ ഈ മവാഖിഉൻ നുജൂം? അത് ഖണ്ഡശിയായി അവതരിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനാണ്. അതിനെ കൊണ്ടായിട്ട് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇത് ഓതി എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജുംലത്തൻ മൊത്തത്തിൽ ദിക്റിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറക്കി. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉൻസിലൽ ഖുർആനു ജുംലത്തൻ മിനൽ ദിക്രി. ദിക്റിൽ നിന്നാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നിച്ചിറക്കി. എന്നിട്ടത് അടുത്ത ആകാശത്തിൽ ബൈത്തുൽ ഇസ്സയിൽ നിശ്ചയിക്കപ്പെട്ടു. അവിടെ നിന്ന് പിന്നീടുള്ള ഖണ്ഡശയായിട്ടുള്ള അവതരണം, അതിൽ ആദ്യ വചനങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 വചനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജബലുൻ നൂറിൻ്റെ മുകളിലുള്ള ഗാർ ഹിറ ഗുഹയിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അത് വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഖദറിൻ്റെ രാവിൽ, മുബാറക്കത്തായ രാവിൽ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ലേ? റമദാൻ മാസത്തിലാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അത് ഈ അവതീർണതയെയാണ് അറിയിക്കുന്നത്. ഈ വിഷയം ഇബ്നു അബ്ബാസിനെ പോലുള്ള സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലയെ പോലുള്ളതായ പ്രാമാണികർ വിശദീകരിച്ചത് തഫ്സീറുകൾ നമ്മൾ വായിക്കും. വിശിഷ്യ തഫ്സീർ തബരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഖുർആൻ വിശുദ്ധ റമദാനിൽ? വിശുദ്ധ ഖുർആൻ അവതീർണമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസം റമദാൻ മാസമാണ്. അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മൊത്തത്തിൽ അവതരിപ്പിക്കാനും പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഖണ്ഡശിയായുള്ള അവതരണത്തിന് തുടക്കം കുറിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് വിശുദ്ധ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം സജീവമാക്കപ്പെട്ടിരുന്നത്. സച്ചരിതരായ മുൻഗാമികൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൽ മടുപ്പില്ലാതെ മത്സരിക്കുന്നവരായിരുന്നു. നമ്മളവരുടെ ചരിത്രം വായിക്കുമ്പോൾ എല്ലാവരുടെയും ഇമാമും നേതാവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ മലക്ക് ജിബ്രീൽ മാനമിറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഖുർആൻ മുദാറസ നടത്തുമായിരുന്നു. കാന യുദാരിസുഹു കാന യുആരിദുഹു എന്നൊക്കെ ഹദീസിൽ കാണാം. പാരായണം ചെയ്ത് പാഠം പുതുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോടൊത്ത് കഴിയുമെന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ? ഖുർആൻ്റെ മാസമാണ് റമദാൻ എന്നതിനാൽ നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ എവിടെ, എത്ര, എങ്ങനെ എന്നുള്ളത് നമ്മൾ ഇത് കേൾക്കുമ്പോൾ ആലോചിക്കണം. ഞാനിവിടെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ 2 വിഷയത്തിൽ അനുസ്മരിക്കുകയാണ്. ഒന്ന്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യൻ ഇമാം ഷാഫിയുടെ റാവിയത്തി എന്നാണ് ഇമാം ഷാഫി അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. സുലൈമാൻ ഇബ്നു റബീ ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ ജബ്ബാർ അൽ മുറാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിയുടെ ശിഷ്യൻ ഈ റബീ ഇബ്നു സുലൈമാൻ എന്നവർ ഇമാം ഷാഫിയെക്കുറിച്ച് പറഞ്ഞത് ഒന്ന്, സമീഅതു ഷാഫിഈ യഖൂൽ ഖതംതു ഫീ റമദാന 60 ഖത്മ. ഇമാം ഷാഫി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റമദാനിൽ ഞാൻ 60 ഖത്മ. 60 ഖത്മ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ആദ്യാന്തം ഓതി തീർക്കുന്നതാണ്. ഒരു ദിനം 2 ഖത്മ. അപ്പോൾ റമദാനിൽ 60 ഖത്മ. അത് റബീ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചിട്ട് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടത് ഉദ്ധരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് ആളുകൾക്ക് ആശ്ചര്യമാണ്, അത്ഭുതമാണ്. 2 ഖത്മേ, അതിങ്ങനെ നടക്കുമോ?
ചില ആളുകൾ ഭയങ്കര ഇതിൽ. അപ്പോൾ ഒരാൾക്ക് ദിനകൃത്യങ്ങൾ നിർവഹിക്കണ്ടേ, മറ്റു ജീവിത ആവശ്യങ്ങളൊക്കെ അല്ലേ, അതിനൊക്കെ നേരം ഉണ്ടാവുമോ? ഇതെങ്ങനെയാണ് 2 ഖത്മ നടക്കുന്നത്? 2 ഖത്മ നടക്കും. സമയത്തിൽ ബർക്കത്ത് വേണം, ആളിലും ബർക്കത്ത് വേണം. ഇന്ന് ഈ മൊബൈൽ കയ്യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ ഇതിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മടുപ്പ് വരാതെ, ദിനകൃത്യങ്ങളെ ഓർമ്മല്ലാതെ, തിന്നണോ കുടിക്കണോ ബോധമല്ലാതെ എത്ര ടൈം ഇതിൽ കഴിച്ചു കൂട്ടും? നമ്മുടെ പൂർവികർ അവരുടെ ഹരവും അവരുടെ താല്പര്യവും ഇമ്പവും അള്ളാൻ്റെ കിതാബിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കഴിച്ചു കൂട്ടാൻ അവർക്കൊരു മടുപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത് കയ്യിൽ വേണ്ട അവർക്ക് പാരായണം ചെയ്യാൻ, ഇത് അവരുടെ തലയിലായിരുന്നു, മനസ്സിൽ ഹിഫ്ദിൽ അവർ പാരായണം ചെയ്യാൻ അവർക്കൊരു മടുപ്പുണ്ടായിരുന്നില്ല, ഒരു വിരക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സച്ചരിതരെക്കുറിച്ച് നമ്മൾ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ വായിക്കുന്നത്. ഒരു ഖത്മ തീർക്കാൻ 8 മണിക്കൂർ 8.5 മണിക്കൂർ സമയം വേണ്ടു. ഒരു ദിവസം 24 മണിക്കൂറില്ലേ? 2 ഖത്മ തീർക്കാൻ ഖത്മക്ക് വേണ്ട സമയം എത്ര, മണിക്കൂറുകൾ എത്ര? അവർ സച്ചരിതയെക്കുറിച്ച് അള്ള പറയാം, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ എന്നാണ്. അവർ രാത്രി സമയം വളരെ കുറച്ചേ ഉറങ്ങിയിരുന്നുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല മഹത്തുക്കളെ കുറിച്ച് പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഈ പറയപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവരുടെ അളവിൽ 2 ഖത്തം തീർത്തു എന്ന് പറഞ്ഞെങ്കിൽ അതൊരു അതിശയോക്തിയല്ലാതെ സാധ്യമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പിൽക്കാലക്കാർക്ക് ഭാരമാണ്, നമുക്കത് അചിന്തിയാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നതെന്നുള്ള ആലോചനയാണ്. അവിടെയാണ് പ്രയോഗം. നമ്മളെ താരതമ്യം ചെയ്യാണ് ഈ മഹത്തുക്കളോട്. അതാണ് പ്രശ്നം വരുന്നത്. ഇമാം ഖതാദ ഇബ്നു ദഅാമ സുദൂസി അദ്ദേഹം നോമ്പല്ലാത്ത ദിവസങ്ങളിൽ 7 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുമായിരുന്നു. നോമ്പല്ലെങ്കിൽ നോമ്പിന് ആദ്യത്തെ 20 ദിവസം 3 ദിവസത്തിലൊരു ഖത്മ, അവസാനത്തെ 10 ആയാൽ ഓരോ ദിവസവും ഓരോ ഖത്മ. ഇമാം ഖതാദ ഇബ്നു ദഅാമ സുദൂസി താബഈങ്ങളിൽ പ്രമുഖരാണ്. സഹാബികളോട് സഹവസിച്ച് ജീവിച്ച സഹാബികളുടെ സഹചാരിയാണ്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുജാഹിദ് ഖതാദയെ പോലെ തന്നെയാണ് ഇമാം മുജാഹിദും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരാ. മഗ്രിബിൻ്റെയും ഇശയുടെയും ഇടയിൽ അവർ ഖത്തം തീർക്കുമായിരുന്നതാണ്, മഗ്രിബും ഇശയും. അപ്പോൾ നമുക്ക് അത്ഭുതം, മഗ്രിബിൻ്റെ ഇശൻ്റെ ഇടയിൽ ഇത്ര പരിമിതമായ ടൈം അല്ല. റമദാനായിട്ടുണ്ടെങ്കിൽ അവർ മഗ്രിബിനെ അതിന് ആദ്യ സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇശയെ പിന്തിപ്പിക്കും, ഇശ പിന്തിപ്പിക്കും, എന്നിട്ട് വൈകിയാണ് ഇശ നിസ്കരിക്കുക. അപ്പോൾ അതിനിടയിൽ അവർക്ക് ഖത്തമിന് നമ്മളെ മാതിരി മുസാഫ് കയറ്റി നോക്കി മറിച്ച് അതിനൊന്നും ആവശ്യമില്ല. വെളിച്ചുണ്ടോ ഇല്ലേ, പിന്നെ അത് അവരുടെ തലയിലാണ്, അതെടുത്ത് ഓതിയാൽ മതി. അപ്പോൾ സാധ്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ്റെ പകലിൽ, റമദാൻ മാസത്തിൻ്റെ പകലിൽ ഓരോ ദിവസവും ഓരോ ഖത്തമ, ഇമാം ബുഖാരിയുടെ പ്രത്യേകത. രാത്രി സമയമായിട്ടുണ്ടെങ്കിൽ 3 ദിവസം രാത്രിയിൽ അദ്ദേഹം 3 ദിവസം കൊണ്ടൊരു ഖത്തമയായിരുന്നതാണ്. പക്ഷേ പകലിലൊക്കെ ഓരോ ഖത്തമ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കുന്ന വിഷയമാണിത്. ഇതേപോലെ പല പണ്ഡിതന്മാർ, സഈദ് ഇബ്നു ജുബൈർ നമ്മൾ പറഞ്ഞു, താബീങ്ങളിൽ സയ്യിദായവർ. അതേപോലെ അൽ അസ്വദ് ഇബ്നു യസീദ്, താബീങ്ങളിൽ മറ്റൊരു പണ്ഡിതൻ. അവരൊക്കെ 2 ദിവസങ്ങളിലൊരു ഖത്തമായെന്നാണ് അവരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് വിശുദ്ധ റമദാനിൽ. നമ്മൾ അവരെപ്പോലെ സാധ്യമാകുന്നവരല്ല, അതിൽ ഇഷ്കാലുമില്ല. അലാക്കിൻ ഒരു കവി പറഞ്ഞില്ലേ, തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും, തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും. നിങ്ങൾ അവരെപ്പോലെ ആയില്ലെങ്കിലും അവരോടൊക്കെ ഒന്ന് ഒപ്പം സാദൃശ്യപ്പെടാൻ ശ്രമിക്കുക. അവരെപ്പോലെ ആയിട്ടില്ലെങ്കിലും അവരോടൊന്ന് സാദൃശ്യപ്പെടാൻ ശ്രമിക്കുക. ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു എന്നാണ്. കാരണം മാന്യന്മാരോട് സാദൃശ്യപ്പെടൽ അതൊരു വിജയമാണ് എന്നാണ് കവി പറയുന്നത്. തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ശിഷ്യൻ റബീഉ ഇബ്നു
സുലൈമാൻ എന്നവർ ഉദ്ധരിച്ചത്. ഇമാം ഷാഫി പറഞ്ഞ മറ്റൊന്ന് ഇതോടനുബന്ധമായിട്ട് വായിക്കേണ്ടത്, റബീഉ ഇബ്നു സുലൈമാൻ പറയുകയാണ്, സമീഅതു ഷാഫിഇയ്യ മിറാറൻ, ഇമാം ഷാഫി പറയുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. എന്ത്? ലൈസൽ ഇൽമു മാ ഹുഫിദ് അൽ ഇൽമു മാ നഫഅ എന്ന്. അറിവ് എന്ന് പറഞ്ഞാൽ ബൈഹാർട്ടാക്കിയതല്ല, അറിവെന്ന് പറഞ്ഞാൽ ഉപകരിച്ചതാണ്. ഇതൊരു വലിയ ആത്തവാക്യാണ്. ഇത് റബീഉ ഇബ്നു സുലൈമാൻ ഇമാം ഷാഫി പറയുന്നത് മിറാറൻ എന്നാണ് റഹ്മത്തുള്ളാഹി അലൈഹി, പലതവണ കേട്ടിരുന്നു എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വിശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ഇമാം ഷാഫിയുടെ ജീവിതം നമുക്കറിയാം. ബഗ്ദാദിലേക്ക് ഇമാം ഷാഫി ഗസയിൽ ജനിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസക്ക് അതിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും തിരിച്ച് കനിയുമാറാവട്ടെ. ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150 ഹിജറയുടെ 150. പിന്നെ അദ്ദേഹം ശൈശവം മക്കയിലാണ്. അദ്ദേഹം മുത്തലിബിയാണ്. നബി കുടുംബത്തിൽ മുത്തലിബികളിൽപ്പെട്ടവനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ മക്കയിലാണ് അദ്ദേഹം 2-ാം വയസ്സ് മുതൽ വളരുന്നത്. പിന്നെ അദ്ദേഹം മദീനയിലേക്ക് വന്നു, പിന്നെ ബഗ്ദാദിലേക്ക് പോയി. ഈ കാലഘട്ടമാണ് ഇമാം ഷാഫിയുടെ ഖദീമായ അഹദ് എന്ന് പറയുന്നത്. പിന്നെ ബഗ്ദാദിൽ നിന്ന് പിന്നെ അദ്ദേഹം മിസ്റിലേക്ക് പോയി. മിസ്റിൽ അദ്ദേഹം കഴിഞ്ഞ കാലമാണ് അദ്ദേഹത്തിൻ്റെ ജദീദായ അഹദ്. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ, അബൂ സൗർ അൽ കൽബിയെ പോലെ, അതേപോലെ ഉള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ഉണ്ടായത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ആ പഴയ കാലം അത് ഉദ്ധരിക്കപ്പെട്ടു, ചരിത്രത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. മിസ്റിലേക്ക് പോയപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അവിടെ വലിയ ശിഷ്യഗണങ്ങളുണ്ടായി. അതിൽപ്പെട്ടതാണ് 2 റബീഉമാർ. ഒന്ന് റബീഉ ഇബ്നു സുലൈമാൻ, പിന്നെ അൽജീസി എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, മറ്റൊരു റബീഉ ഇബ്നു സുലൈമാൻ, അതാണ് നമ്മളിപ്പോൾ പറയുന്ന റബീഉ ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ ജബ്ബാർ അൽ മുറാദി റാവിയത്തി എന്ന് ഇമാം ഷാഫി പറയാറുള്ള എൻ്റെ റിപ്പോർട്ടർ എന്ന് പറയുന്ന മഹാൻ. യഹ്യ ഇബ്നു സുലൈമാൻ അൽ മുസ്നി അതേപോലെ തന്നെ പ്രബല ശിഷ്യനാണ്. പക്ഷേ ഫിഖ് ഇമാം ഷാഫിയിൽ നിന്ന് മുസ്നി നിവേദനം ചെയ്തു. ഹദീസും അസറുകളൊക്കെ ഈ റബീഉ ഇബ്നു സുലൈമാൻ അൽ മുറാദി റിപ്പോർട്ട് ചെയ്തു. റബീഉ ഇബ്നു സുലൈമാൻ റിപ്പോർട്ട് ചെയ്ത ഇമാം ഷാഫിയുടെ ആപ്തവാക്യങ്ങളിൽ ഒന്നാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. എന്ത്? ലൈസൽ ഇൽമു മാ ഹുഫിദ്, ഒരാൾ ബൈഹാർട്ടാക്കിയതല്ല ഇൽമ്. പിന്നെ അൽ ഇൽമു മാ നഫഅ, ഉപകരിച്ചതാണ് ഇൽമ്. ഒരാൾ പഠിച്ചു, ഹൃദിസ്ഥമാക്കി, മനഃപ്പാടമാക്കി, തലയിലേറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് അതിന് ഇൽമ് എന്ന് പറയില്ല. പിന്നെയോ അയാൾക്കത് ഉപകരിക്കണം, അയാളുടെ അളവിൽ അത് ഉപകരിക്കണം, പഠിച്ചത് അയാളിൽ തെളിയണം, അയാൾക്കത് പകർത്താൻ കഴിയണം. അതാണ് ഇൽമ്. എത്ര പഠിച്ചവരുണ്ട്? ആയത്തുൽ കുർസി പഠിച്ചവരുണ്ട്, ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും പഠിച്ചവരുണ്ട്, സൂറത്തുൽ ഫാത്തിഹ പഠിച്ചവരുണ്ട്. പക്ഷേ ഇതൊക്കെ പാരായണം ചെയ്യേണ്ട സമയത്ത് പാരായണം ചെയ്യുന്നവർ പാരായണം ചെയ്യുന്നുവെങ്കിൽ അവർക്കാണ് ഇൽമ്. 5 വഖ്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രദോഷങ്ങളിൽ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇഖ്ലാസ് സൂറത്തും ഫലഖ് സൂറത്തും നാസ് സൂറത്തും ഓതേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ സമയങ്ങൾ അറിയിച്ചു തന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ആരെങ്കിലും അതിൻ്റെ സമയങ്ങളിൽ പാരായണം ചെയ്യുന്നുവെങ്കിൽ, ഇത് പകരുന്നുവെങ്കിൽ, പഠിപ്പിക്കുന്നുവെങ്കിൽ അതാണ് ഇൽമ്. അതല്ലാതെ ഒരാൾ കുറേത് തലയിലേറ്റി എന്നതുകൊണ്ട് ഇൽമില്ല എന്നുള്ളതാണ്. ഇതേപോലെ ദിക്റുകളുടെ വിഷയങ്ങൾ, വിജ്ഞാനത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഇപ്രകാരമാണ്. അപ്പോൾ നമ്മളിത് തലയിലേറ്റിയത് പകർത്താൻ, ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവരിലേക്ക് പകർത്താൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിൽ തുടങ്ങണം. അതാണ് ഇമാം മാലിക് ഇബ്നു അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ പ്രബല ശിഷ്യനാണ് ഇതേപോലെ ഈ അബ്ദുള്ള ഇബ്നു വഹബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് 179 മരിച്ചു. ഈ അബ്ദുള്ള ഇബ്നു വഹബ് 197 മരണപ്പെടുന്നത്. അബ്ദുള്ള ഇബ്നു വഹബ് ഇമാം മാലിക്കിൻ്റെ ഒരു വാക്ക് ഉദ്ധരിക്കുകയാണ്. എന്താ? തഅല്ലം മാ തഅല്ലംതുൽ ഇൽമ ഇല്ലാ ലിനഫ്സി
ഞാൻ അറിവ് പഠിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഞാൻ വിദ്യ അഭ്യസിച്ചത്, അറിവ് നുകർന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. വമാ തഅല്ലംതുൽ ഇൽമ ലിയഹ്താജ അന്നാസു ഇലൈഹി, ആളുകൾക്ക് ഞാൻ ആവശ്യക്കാരനാണ് എന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കലും ഇൽമു പഠിച്ചിട്ടില്ല. ജനങ്ങളൊക്കെ എന്നെ ചോദിച്ചു വരും, ജനങ്ങളൊക്കെ എൻ്റെ അടുക്കൽ വന്ന് പഠിക്കും എന്ന നിലയ്ക്ക് ഞാൻ ഇൽമു പഠിച്ചിട്ടില്ല. ഞാൻ ഇൽമു പഠിച്ചത് എനിക്ക് വേണ്ടി എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എൻ്റെ അർത്ഥം എന്താ? ഞാൻ പഠിച്ചത് എന്നിൽ തെളിയണം, ഞാനത് കൊണ്ടുനടക്കണം, അത് ഞാൻ പ്രാവർത്തികമാക്കണം. അതായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിശ്ചയം, പ്രഖ്യാപനം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഖാനന്നാസ് യഖൂലൂന ദാലിക് യഖൂലൂന ഹദ, ജനങ്ങൾ ഇത് പറയുമായിരുന്നു. ഇമാം മാലിക് പറയുന്നത് ആരെക്കുറിച്ചാണ്? അന്ന് താബിഈങ്ങളുടെ ബാക്കിക്കാരുണ്ട് അവിടെ, താബിഈങ്ങൾ, അതേപോലെ സഹാബികൾ, അവരൊക്കെ ഇങ്ങനെ പറയായിരുന്നു, ഞങ്ങളൊക്കെ ഇൽമു പഠിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളിത് തേടി വരും എന്ന നിലക്കല്ലാന്ന്. ഇന്നത്തെ നമ്മളുടെയൊക്കെ പ്രശ്നം എന്താ? നമ്മൾ ഇൽമു പഠിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു ബോധം വരുന്നില്ല. എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അയക്കണില്ലാണ് തത്രപ്പാടും വമ്പലും. ഇതെന്ത് എന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഇത് നമ്മളെ അളവിൽ കൊണ്ടു നടക്കണ്ട എന്നുള്ള ബോധം പോലും നമുക്കില്ല. അയച്ച മെസ്സേജ് അയാളോടൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങളിത് ചൊല്ലിക്കണം, ഇത് പറഞ്ഞു പഠിച്ചിരിക്കണോ, അയാൾക്കറിയില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഏതായാലും ഇവിടെ ഞാൻ രണ്ട് മഹത്തുക്കളെ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ, ഇമാം മാലിക് ബിൻ അനസുൽ അസ്ബഹി എന്നിവരെ ഇവിടെ ഉദ്ധരിച്ചത് അവരുടെ ആ ആപ്തവാക്യങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാനാണ്. നമ്മൾ പഠിച്ചവരാണ്, വിശുദ്ധ ഖുർആൻ ഓതി മനസ്സിലാക്കിയവരാണ്. പക്ഷേ അത് നമ്മളുടെ അളവിൽ എത്ര തെളിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു സമയം നമ്മൾ ആലോചിക്കേണ്ട വിഷയം. വിശുദ്ധ റമദാൻ മാസം, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, നമ്മുടെ സച്ചരിതർ ഏറെ സമയം വിശുദ്ധ ഖുർആൻ ഓതിയിരുന്ന മാസം, പഠിച്ചിരുന്ന മാസം, പാഠം പുതുക്കിയിരുന്ന മാസം. അതുകൊണ്ട് നമ്മളും ഈ വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റി പഠിച്ച് പാരായണം ചെയ്ത്, പ്രത്യേകിച്ച് അതിൻ്റെ പൊരുളറിഞ്ഞ് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സിനെയും ചിന്തയെയും ശരീരത്തെയും ധന്യമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇരുലോകത്തും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും മദ്യലോബികളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ മരണം വരിക്കുന്നത് വരെ ഇസ്തിഖാമത്തിൽ കഴിയാൻ നമുക്കും നമ്മുടെ ഇണകൾക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നാഥൻ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവരിലും നമ്മളിലും രോഗമുള്ളവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അവരിലും നമ്മളിലും കടമുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വിരുന്നിൽ, സൽക്കാരത്തിൽ നമ്മുടെ ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ കൂടിയിരിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഹിസാബില്ലാതെ അദാബില്ലാതെ കുതിച്ചുയരാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم
യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.